കണ്ണൂർ കാനാമ്പുഴ പുനരുജ്ജീവനത്തിന്റെ ഒന്നാം ഘട്ടം 26-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും. രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾക്കും വ്യാഴാഴ്ച തുടക്കം കുറിക്കും. കാനാമ്പുഴയെ വീണ്ടെടുക്കുന്നതിനൊപ്പം മറഞ്ഞുപോകുന്ന കാർഷിക സംസ്കൃതിയുടെ വീണ്ടെടുപ്പ് കൂടിയാണ് ഇവിടെ നടക്കുന്നതെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മാലിന്യം നിറഞ്ഞ് ഒഴുക്കുനിലച്ച നിലയിലായിരുന്നു കാനാമ്പുഴ. കണ്ണൂർ കാലത്തിനൊപ്പം എന്ന കണ്ണൂർ നിയോജകമണ്ഡലത്തിന്റെ വികസന പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് കാനാമ്പുഴയിൽ പുനരുജ്ജീവന പദ്ധതികൾ ആരംഭിച്ചത്. ഇതിന്റെ ഒന്നാം ഘട്ടം പൂർത്തിയായി. തെളിനീരോടെയാണ് നിലവിൽ കാനാമ്പുഴ ഒഴുകുന്നത്. പുനരുജ്ജീവന പദ്ധതിയുടെ ഒന്നാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം 26-ന് രാവിലെ 10:30-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. രണ്ടാം ഘട്ട പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിനും നിർവഹിക്കുമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ മഹനീയ സാന്നിധ്യത്തിലും കർമ്മത്തിലും നമ്മുടെ കാനാമ്പുഴ പുനരുജ്ജീവന പരിപാടിയുടെ ഒന്നാം ഘട്ടം നാടിന് സമർപ്പിക്കുന്ന ചടങ്ങാണ്. കണ്ണൂർ കാലത്തിനൊപ്പം എന്ന കണ്ണൂർ നിയോജകമണ്ഡലം വികസന പരിപാടി ഉൾപ്പെടുത്തി കണ്ണൂരിലെ കാനാമ്പുഴ പുനരുജ്ജീവന പദ്ധതിയുടെ ഒന്നാം ഘട്ടമാണ് ഉദ്ഘാടനം ചെയ്തത്. രണ്ടാം ഘട്ടം പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനവും അന്ന് നമ്മൾ ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി ജലസേചന വകുപ്പിന്റെ പദ്ധതി വിഹിതത്തിൽ നിന്നും 4.4 കോടി രൂപ ഉപയോഗിച്ച് ചീപ്പ് പാലം മുതൽ തിലാനൂർ ശിശുമന്ദിരം റോഡ് വരെയുള്ള കാനാമ്പുഴയുടെ ഭാഗങ്ങളിലും കണ്ണൂർ മണ്ഡലം MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 2 കോടി രൂപ ചെലവഴിച്ച് ചൊവ്വ റെയിൽവേ പാലം മുതൽ മണ്ടേൻ വയൽ വരെയുള്ള ഭാഗങ്ങളിലുമാണ് പുനരുദ്ധാരണ പ്രവൃത്തികൾ നടപ്പാക്കിയത്. ഈ പ്രവൃത്തി വഴി എളിയാവൂർ പെരിങ്ങളായി പാടശേഖരങ്ങളിലേക്കുള്ള ജലസേചന സൗകര്യവും വർദ്ധിച്ചു. കാനാമ്പുഴയുടെ സൗന്ദര്യം വീണ്ടെടുക്കുകയും പൊതുജനങ്ങൾക്ക് സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടുള്ള കാൽനടയാത്രക്കായി നടപ്പാത നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അറിയിച്ചു. മുണ്ടേരി പഞ്ചായത്തിലെ അയ്യപ്പൻമലയിൽ നിന്ന് ഉത്ഭവിച്ച് മാച്ചേരി, കാപ്പാട്, തിലാനൂർ, താഴെചൊവ്വ, കുറുവ, ആദികടലായി എന്നീ പ്രദേശങ്ങളിലൂടെ ഒഴുകി അറബിക്കടലിലാണ് കാനാമ്പുഴ പതിക്കുന്നത്. ഏതാണ്ട് 10 കിലോമീറ്ററാണ് പുഴയുടെ ദൈർഘ്യം. മാലിന്യം നിറഞ്ഞതിനെ തുടർന്ന് ഈ പ്രദേശങ്ങളിലെ കൃഷിയെയും ഇത് ബാധിച്ചിരുന്നു. വേനൽക്കാലത്ത് പുഴ വറ്റുമെന്നതിനാൽ സമീപത്തെ പാടശേഖരങ്ങളിൽ കൃഷി ഇല്ലാതായി. പുഴയുടെ വീണ്ടെടുപ്പും പ്രകൃതിയുടെ സൗന്ദര്യവൽക്കരണവും നടത്തുന്നതിനൊപ്പം മാഞ്ഞുപോകുന്ന കാർഷിക സംസ്കൃതിക്ക് ഈ മാറ്റം ഗുണകരമാകുമെന്നും മന്ത്രി പറഞ്ഞു. പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അനുബന്ധ പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. 24, 25 തീയതികളിലാണ് അനുബന്ധ പരിപാടികൾ നടക്കുക. വാർത്താസമ്മേളനത്തിൽ കോർപ്പറേഷൻ കൗൺസിലറും സംഘാടക സമിതി കൺവീനറുമായ ധനേഷ് മോഹൻ, ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ EK സോമശേഖരൻ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഏലിയാമ്മ തോമസ് എന്നിവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.